നദിയുടെ അടുത്താണ് ലിയോ എന്ന ആളുടെ വീട്. ഒരു ദിവസം അയാൾക്ക് നദിയിൽ നിന്ന് ഒരു ആമയെ കിട്ടി. ഈ ആമയെ പുഴുങ്ങി കറി വയ്ക്കാം, കൂട്ടുകാർക്കൊക്കെ ഒരു വിരുന്ന് കൊടുക്കാം അയാൾ തീരുമാനിച്ചു. അയാൾ ആമയെ ഒരു കൂട്ടിലിട്ടടച്ചു. എന്നിട്ട് കൂട്ടുകാരെ വിളിക്കാനായി പോയി. അയ്യയ്യോ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? കൂട്ടിനകത്തിരുന്ന് ആമ ആലോചിച്ചു. അപ്പോഴാണ് ലിയോയുടെ മകൻ ലിയാം കൂട്ടിനടുത്തേക്ക് വന്നത്. പെട്ടെന്ന് ആമയ്ക്കൊരു സൂത്രം തോന്നി. ആമ കൂട്ടിൽ കിടന്ന് ചൂളമടിക്കാൻ തുടങ്ങി. നിനക്ക് ചൂളമടിക്കാൻ അറിയാമോ? ലിയാം അത്ഭുതത്തോടെ ചോദിച്ചു. ലിയാം പതിയെ കൂട് തുറന്ന് ആമയെ കയ്യിലെടുത്തു. ആമ അവൻ്റെ കയ്യിലിരുന്ന് പാട്ട് പാടാൻ തുടങ്ങി. ലിയാം പാട്ടിനൊത്ത് നൃത്തം ചെയ്തു. നിനക്ക് നന്നായി പാട്ട് പാടാൻ അറിയാമല്ലോ, ലിയാം ആമയോട് പറഞ്ഞു. എന്നെ താഴെ ഇറക്കിയാൽ ഞാൻ ഇതിലും വലിയ വിദ്യ കാണിക്കാം, ആമ ആവേശം കൂട്ടി. ലിയാം ആമയെ താഴേക്കിറക്കി. ഇതല്ലേ ആമയ്ക്ക് വേണ്ടത്? അവൻ വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം. ഹിഹി, ഇത് തന്നെയാണ് എൻ്റെ വിദ്യ. അത്രയും പറഞ്ഞ് ആമ നീന്തിപ്പോയി. അയ്യോ, ലിയാം ഞെട്ടിപ്പോയി. ഇനി അച്ഛൻ വന്നാൽ എന്തു പറയും? അപ്പോഴാണ് അവനൊരു സൂത്രം തോന്നിയത്. അവൻ ആമയുടെ വലിപ്പമുള്ള ഒരു കല്ലെടുത്ത് കൂട്ടിൽ കൊണ്ടുവച്ച് പൂട്ടി. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. സന്ധ്യയായപ്പോൾ ലിയോ തിരികെ വീട്ടിലെത്തി. അയാൾ ആമയാണെന്ന് കരുതി കല്ല് പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് പുഴുങ്ങാൻ തുടങ്ങി. പക്ഷെ കല്ലാർക്കെങ്കിലും വേവിക്കാൻ പറ്റുമോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കല്ലെടുത്ത് പാത്രത്തിൽ വെച്ച് അയാൾ കത്തി കൊണ്ട് മുറിക്കാൻ നോക്കി. അത് സാധിക്കാതെ വന്നപ്പോൾ കോടാലിയെടുത്ത് 2-3 വെട്ട് വെട്ടി. വെട്ടേറ്റ് പാത്രം പൊളിഞ്ഞു. കല്ലിനാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റിയില്ല. അപ്പോഴാണ് ലിയോ അത് ശ്രദ്ധിച്ചത്. അത് ആമയല്ല, ഒരു കല്ലാണ്. പക്ഷെ ആമ എങ്ങനെ കല്ലായി? അയാൾ ഒന്നും മനസ്സിലാവാതെ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു.